ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുളക് ഒരു 150 ഗ്രാം, കടലമാവ് 200 ഗ്രാം, മുളക് പൊടി ഒരു 2 സ്പൂണ്, കായപ്പൊടി 1 സ്പൂണ്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, വെള്ളം, ഇത് തേങ്ങ, ചുവന്നുള്ളി, വാളംപുളി, പച്ചമുളക്, ഇഞ്ചി, മല്ലി, വേപ്പില. ഇത്രയും സാധനം നമ്മളൊരു മിക്സിയിലിട്ട് ഇത് ചമ്മന്തി പോലെ അരച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കടലമാവ് ഈ ഡിഷിലിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ കായപ്പൊടി. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നമുക്കിത് മുളകിനകത്ത് വെച്ച് പൊടിയിൽ മുക്കി വറുത്തെടുക്കാം. അധികം വയ്ക്കണമെന്നില്ല, ഇത് വളരെ ഇതേപോലെ കുറച്ച് വെച്ചാൽ മതി. ഇത്രയും നമുക്ക് വെച്ചാൽ മതിയാവും. എന്നിട്ടിത് ഇതേപടി നമുക്ക് പൊടിയിലേക്ക് മുക്കാം. ശരിക്കും കവർ ചെയ്ത് ഇങ്ങനെ കൂടിയെടുക്കുക. ഇങ്ങനെ ഓരോന്നോരോന്ന് മുക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് ശരിക്കും കവർ ചെയ്തിരിക്കണേ. കവറിങ് കണ്ടീഷൻ ആയില്ലെങ്കിൽ ഇതിനകത്ത് എണ്ണ കയറും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് സാധാരണ ബജി ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റിനകത്തൊക്കെ വെച്ചാണ് കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ച് തന്നെയാണ് ഇത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. ആദ്യം ഇട്ടത് ഇന്ന് മറിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ പകുതി മുളകിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിപ്പം മുളക് പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണയൊന്നും അധികം കയറില്ല. കേരള പോലെ ശരിക്കും കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ നോമ്പ് സമയത്തേക്ക് ഇത് വറുത്ത് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ ശരിക്കും വയറ് നിറച്ചൊന്നുമല്ല കഴിക്കണം. ഒരു മുളക് ഒന്ന് കടിച്ച് ഒരു ചായ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതെല്ലാം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സമൂസയിലെ എണ്ണ കയറുന്ന പോലെ ഇതിനകത്ത് കയറിയില്ല. ഇത് കറക്റ്റായിട്ട് ആ മുളകിൻ്റെ അതേ ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുളകിൻ്റെ അതേ ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചമ്മന്തി ഒരു വശത്ത് ചമ്മന്തി ഒരു വശത്ത് മുളകും അതിന് കവർ ചെയ്തിരിക്കുന്ന ആ പൊടി എല്ലാം കൂടി ആയപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. ഇതിപ്പോൾ ചമ്മന്തി സെപ്പറേറ്റ് ഒന്ന് മുക്കി പിന്നെ അകലെ ഇത് കടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചമ്മന്തി മുളകും എല്ലാം അതിനകത്ത് തന്നെ എടുക്കും. അപ്പോൾ നമ്മുടെ മുളക് ബജി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടമാനം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പരിധി വിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോകും. ഇതിപ്പോൾ ശരിക്കും ആയിന്ന് അറിയണ ഒരു സിഗ്നലാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൗണ്ട് വരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ മുളക് ശരിക്കും വെന്തനുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വരാം.